അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇതിപ്പോൾ നിയമസഭയിലേക്ക് ഈ വിഷയം വരുമ്പോഴേക്കും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പാർട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധിക്കാനുള്ളൊരു സാഹചര്യമുണ്ടായി. അങ്ങ് ഇതൊരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തി എന്നിടയ്ക്ക് പറയുന്നത് കേട്ടു. പക്ഷെ തന്ത്രിയുമായുള്ള ഈ തന്ത്രി അറസ്റ്റിലാവുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീടേറെ മുന്നോട്ട് പോയി. മറ്റൊന്ന്, കൊടിമരവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനമുണ്ടായി. EDയുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് ഉണ്ടായി. സംസ്ഥാനത്ത് വ്യാപകമായ റെയ്ഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് 4-5 പേർ ഇപ്പോഴും അറസ്റ്റിന്റെ റഡാറിലാണ് തുടങ്ങിയ വാർത്തകൾ വരുന്നുണ്ട്. ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു നിശ്ചലാവസ്ഥയുണ്ടായി എന്ന കാര്യത്തിലുള്ള ആരോപണം അത് ഇല്ലാതായിട്ടുണ്ടോ? നോക്കൂ, കേസ് നിശ്ചലാവസ്ഥയിലായി മരവിച്ച അവസ്ഥയിലാണെന്ന് പറഞ്ഞത് BJPയോ ഞാനോ അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് പറഞ്ഞത്. ഇതിലെ ഒരു പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് പറഞ്ഞത് കേസ് അട്ടിമറിക്കപ്പെട്ട സാഹചര്യത്തിലാണ്, മരവിച്ച നിലയിലാണെന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം ഈ കേസ് ആദ്യം മുതലേ പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും 6 ആഴ്ചത്തെ എക്സ്റ്റൻഷൻ പീരീഡും കൊടുത്തു. അതിനുശേഷം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ സംശയത്തിന്റെ മുനയിൽ നിന്നിരുന്ന, ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണ വിധേയരായിരുന്ന, ആദ്യഘട്ടത്തിൽ തന്നെ എന്താ പറയുക ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെ ജാമ്യഹർജി മുൻകൂർ ജാമ്യഹർജി തള്ളിയിട്ടുള്ള PS പ്രശാന്തിനെ പോലെയുള്ള ആളുകളിലേക്കുള്ള അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. PS പ്രശാന്തുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ട്. ഹി ഡിഡ് എ കവർ അപ്പ് ഓപ്പറേഷൻ ഇൻ 2025. അതായത് 2019 നടത്തിയിട്ടുള്ള സ്വർണ്ണക്കൊള്ള മറയ്ക്കാനും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള കവർ അപ്പ് ഓപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് 2024 വീണ്ടും ഇത് സ്വർണ്ണം പൂശാൻ വേണ്ടി തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അത്രയും ഗുരുതര ആരോപണ സ്വഭാവത്തിലുള്ള ആളുകൾക്കെതിരെ ഒന്നും അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ വളരെ ആശങ്കയോട് കൂടി തന്നെയാണ് കാണുന്നത്. ഈ ചർച്ചയിലൂടെ ഉന്നയിക്കപ്പെട്ട 2 കാര്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾ എനിക്ക് സമയം തരുന്നു ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, CPM പ്രതിനിധി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്ത്, ഈ കടകംപള്ളിയുടെ ഗൃഹസന്ദർശനത്തെ ലഘൂകരിക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ് BJPയുടെ നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ട് ഗൃഹസമ്പർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ പോകുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്, ലഞ്ച് കഴിക്കുന്നുണ്ട്. ഇവരിൽ ഏതെങ്കിലും ഒരാൾ നാളെ പ്രതിയായി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം ഏൽക്കുമെന്ന്. എന്തൊരു വിചിത്രമായ, എന്തൊരു അസംബന്ധമായിട്ടുള്ള താരതമ്യമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് ഞാൻ അദ്ദേഹത്തെ തന്നെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, BJP ഭരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ എന്താ പറയുക പിൻവാതിൽ നിയമനത്തിലൂടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഏജന്റിന്റെ വീട്ടിലാണ് ഈ പറയുന്ന BJP നേതാവ് പോകുന്നത്. പിന്നീട് അവിടെ നടന്നിട്ടുള്ള വലിയ ക്രമക്കേടിനും അഴിമതിയിലും ഇയാൾ പങ്കാളിയായിരുന്നു പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJPയുടെ നേതാവിന് ഉത്തരവാദിത്വം വരും. സാധാരണ ഒരാളുടെ വീട്ടിലേക്ക് ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വേണ്ടി പോകുന്ന പോലെയല്ല അത് ചെയ്യുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയാണ്. ഇയാൾ ദേവസ്വത്തിന് കീഴിലുള്ള ശബരിമല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഒരു കീഴ്ശാന്തിയുടെ അസിസ്റ്റന്റ് എന്നുള്ള നിലയിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ തരത്തിലുള്ള വലിയ തരത്തിലുള്ള അട്ടിമറിക്ക് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ നടത്തുകയാണ്. പിൽക്കാലത്ത് അയാളാണ് ആ പറയുന്ന അട്ടിമറിയുടെ നേതൃത്വം വഹിക്കുന്നത്. അയാൾ അറസ്റ്റിലാവുന്ന സമയത്ത് എന്തായിരുന്നു ഇവർ തമ്മിലുള്ള അടുത്ത ബന്ധം എന്നുള്ള ചോദ്യം വരില്ലേ? ഈ പറയുന്ന ആളെ വഴിയിൽ വെച്ച് കണ്ടതോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് കണ്ടതോ അല്ലല്ലോ, അദ്ദേഹത്തിന്റെ വീട്ടിൽ അങ്ങോട്ട് പോയി കണ്ടിട്ടുള്ളതല്ലേ. സ്വകാര്യമായിട്ടുള്ള ഒരു ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി ഒരു അച്ഛൻ്റെ പിറന്നാളിനോ മകൻ്റെ പിറന്നാളിനോ ക്ഷണിക്കണമെങ്കിൽ അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധം വേണ്ടേ? അല്ലാണ്ട് നാട്ടിലെ മന്ത്രിമാരെ മുഴുവൻ നമ്മൾ വീട്ടിൽ നടക്കുന്ന പിറന്നാൾ ആഘോഷങ്ങൾക്ക് ക്ഷണിക്കാറുണ്ടോ? അപ്പോൾ അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള അടുപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അത് വിശദീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ വീട്ടിൽ പോയതുകൊണ്ട് ആളെ തൂക്കിക്കൊല്ലണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ പറയണം എന്തായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിച്ചാൽ അവിടെ പോവേണ്ട കമ്പൽഷൻ എന്തായിരുന്നു അദ്ദേഹത്തിന്, അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ്. ഇതേ കാര്യത്തിന് സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ എനിക്ക് ശ്രീ വസന്തിനോട് പറയാനുണ്ട്. വസന്ത് പറയുന്നത് എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിന്റെ നിലപാടാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് കേട്ടോ. കാരണം ഇന്ന് നിയമസഭയിൽ സോണിയാഗാന്ധിയുടെ പേര് അനാവശ്യമായിട്ട് വലിച്ചഴക്കുന്നു. സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതൊക്കെ വലിയ ഘോരമായിട്ടുള്ള അപരാധമായിട്ട് അതിനെതിരെയാണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. എന്നാൽ ചർച്ചയിലുള്ള വസന്ത് പറയുന്നത് സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം നടത്തുന്നുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. നാളെ തൊട്ട് സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം നടത്താം, അവരുടെ വീട്ടിൽ റെയ്ഡ് നടത്താം, അവരെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. ഈ കാര്യത്തിലൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു എതിർപ്പില്ല എന്നതാണ്. അപ്പോൾ കോൺഗ്രസിന് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ഞങ്ങളുടെ നേതാവിന് ഈ ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അയാൾ ഇന്ന കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവരെ വന്ന് കണ്ടിട്ടുള്ളത്, അതിനപ്പുറത്തേക്ക് ഒരു ട്രാൻസാക്ഷൻ അവർ തമ്മിൽ ഇല്ലെന്ന് കൺക്ലൂസീവായി പറയാൻ കോൺഗ്രസിന്റെ നേതാക്കൾക്കോ അവരുടെ വക്താക്കൾക്കോ സാധിക്കുന്നില്ല. അവർ പറയുന്നത് എന്താ, പൊതുസമൂഹത്തിൽ ഏതൊരാൾക്കും പറയാവുന്ന പോലെ ആ കാര്യം അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ എന്നാണ് പറയേണ്ടത്. ഇത് നിങ്ങൾ എന്താണ് പ്രൈമറി അഡ്മിഷനായിട്ട് വേണം കണക്കാക്കാൻ. പിന്നെ ഈ പറയുന്ന പോലെ ശബരിമലയിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് സോണിയാഗാന്ധിയെ നേരിട്ട് പോയി കാണാനൊന്നും സാധിക്കില്ല. ശബരിമല ക്ഷേത്രത്തെ പറ്റി അറിയുന്ന ആൾക്കാരൊന്നും ഇത് വിശ്വസിക്കില്ല. കാരണം
ശബരിമലയിൽ എത്ര പൂജാരിമാരുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഏതാണ്ട് 100ഓളം ആളുകൾ. അവിടുത്തെ തന്ത്രിയുണ്ട്, തന്ത്രിയുടെ അസിസ്റ്റന്റായിട്ട് 3-4 ആൾക്കാരുണ്ട്. അവിടെ മേൽശാന്തി ഉണ്ട്, മേൽശാന്തിയുടെ കൂടെ ഒരു പരിവാരമുണ്ട്. അതേപോലെ തന്നെ ആളുകപ്പുറം മേൽശാന്തി ഉണ്ട്, അവിടെ ഒരു പരിവാരമുണ്ട്. അവിടെ കീഴ്ശാന്തിമാരുണ്ട്, കീഴ്ശാന്തിമാരുടെ അസിസ്റ്റന്റുമാരുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 50-100 ആളുകൾ അവിടെ ഈ പറയുന്ന പൂജാകർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ ഏതൊരാൾക്കും നാളെ സോണിയാഗാന്ധിയെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പം ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ അന്ന് ഈ പറയുന്ന UPA ചെയർമാൻ ആയിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞെങ്കിൽ സോണിയാഗാന്ധി ആക്ച്വലി ഡിഫാക്ടോ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ കൺട്രി ആയിരുന്നു. UPA എന്ന് പറയുന്നത് എന്താണ്? ഈ രാജ്യം ഭരിച്ചിരുന്ന മുന്നണി, ആ മുന്നണിയുടെ നേതാവായിരുന്ന ആള്, എക്സ് കാറ്റഗറി സുരക്ഷയുണ്ടായിരുന്ന ആള്, നാഷണൽ ഒരു എല്ലാ തരത്തിലുള്ള ഭരണഘടനാ സമിതികൾക്കും മേലെ മറ്റൊരു ഭരണഘടനാ സമിതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചെയർമാനായിരുന്നിരുന്ന ഒരാളെ ശബരിമലയിലെ കേവലം ഒരു കീഴ്ശാന്തിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾക്ക് കാഷ്വൽ പർപ്പസിന് പോയി കാണാൻ പറ്റുമെന്ന് പറയുന്നത് അപാരമായിട്ടുള്ള നിഷേധമാണ്. കേൾക്കുന്ന ആളുകളുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണത് എന്നത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും കാലമായിട്ട് ഇവിടെ ആരോപണം ഉണ്ടായി. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം എന്താണ്? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആരോപണം എന്താണ്? അതായത് സോണിയാഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള അലക്സാണ്ട്രിയ എന്ന് പറയുന്ന ആൾക്ക് ഇറ്റലിയിൽ 2 കരകൗശല വസ്തുക്കൾ, ആന്റീക്കുകൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളിൽ ഒന്ന് റിവോൾട്ടയിലുള്ള എത്നിക്ക എന്ന പേരുള്ള ഒരു ഷോപ്പാണ്. രണ്ടാമത്തത് ഒർബസാനോയിലുള്ള ഗണപതി എന്ന പേരുള്ള ഷോപ്പാണ്, ആന്റിക് ഷോപ്പാണ്. ഈ ഗണപതി എന്ന് പറയുന്ന ഷോപ്പ് എക്സ്ക്ലൂസീവ്ലി ഇന്ത്യൻ ഐറ്റംസ് വിൽക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് ക്ഷേത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പുരാവസ്തു മൂല്യമുള്ള ആന്റിക് ഐറ്റംസ് വിൽക്കുന്ന ഒരു സ്ഥാപനമാണുള്ളത്. മുന്നേ രാജ്യസഭാംഗമായിരുന്ന സുബ്രഹ്മണ്യം സ്വാമി എന്ന് പറയുന്ന ആൾ സോണിയാഗാന്ധിക്കെതിരെ ഓൺ റെക്കോർഡ് ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ്. സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഭാര്യയായിരിക്കുന്ന സമയത്തും UPA ചെയർമാൻ ആയിരിക്കുന്ന സമയത്തും തൻ്റെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആന്റീക്കുകളും പുരാവസ്തു മൂല്യമുള്ള സംഗതികളും എയർപോർട്ടിലൂടെ കടത്തുകയും ഇറ്റലിയിൽ എത്തുകയും തൻ്റെ സഹോദരിയുടെ സ്ഥാപനത്തിലൂടെ അത് വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു ആരോപണം പബ്ലിക് റെക്കോർഡിൽ നിൽക്കുന്ന സമയത്ത് സോണിയാഗാന്ധിയെ ഇത്തരത്തിലൊരാൾ, അത് കേവലം ഡൽഹിയിൽ പോയ സമയത്ത് ഒന്ന് ഓടിപ്പോയി കയറിയതല്ല, കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ സഹായത്തോടു കൂടി അവരുടെ സാന്നിധ്യത്തിൽ പോയി കാണുകയും അവരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുകയും അവരുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുകയും എക്സ് കാറ്റഗറി സുരക്ഷയുള്ള ഒരാളുടെ ഇത്രയും അടുത്ത് ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരണമെങ്കിൽ അയാൾക്ക് എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് ഉണ്ടായിരുന്നതെന്ന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തിക്കോട്ടെ എന്ന് പറയാൻ കോൺഗ്രസിൻ്റെ ആവശ്യമില്ല. അത് പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ് അത് അന്വേഷിക്കണം എന്നുള്ളത്. നിങ്ങൾ അതിൻ്റെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. എന്താണ് കണ്ടതെന്ന് വിശദീകരിക്കലാണ് നിങ്ങളുടെ പണി. അത് നിങ്ങൾക്ക് ഇതുവരെയും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ നേതാക്കളെല്ലാം ആ ചോദ്യത്തെ ഇവേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങളെ കൂടുതൽ സംശയത്തിൻ്റെ മണയിലാക്കുന്നുണ്ട്.